ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോണോപ്പൊളി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മോണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ. അതായത് മോണോപ്പൊളി എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ് വിച്ച് ദർ ഈസ് സിംഗിൾ സെല്ലർ. അവിടെ ഒരേ ഒരു സെല്ലറേ ഉള്ളൂ. സിംഗിൾ സെല്ലർ അല്ലെങ്കിൽ സിംഗിൾ പ്രൊഡ്യൂസർ ഓർ ഉൽപ്പാദകൻ മാത്രമുള്ള ഒരു മാർക്കറ്റിന് എന്തു പറയാം? മോണോപ്പൊളി എന്ന് പറയാം. ഈ മോണോപ്പൊളിയുടെ പ്രത്യേകതകൾ അഥവാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് നോക്കാം. സിംഗിൾ സെല്ലറാണ് അവിടെ ഉള്ളത് അല്ലേ, അതായത് ഒരേ ഒരു ഉൽപ്പാദകനാണ് അവിടെ ഉള്ളത്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, അവിടെ എന്തില്ല, പ്രതിസ്ഥാപന വസ്തുക്കൾ അല്ലെങ്കിൽ പകരം വയ്ക്കാവുന്ന വസ്തുക്കളൊന്നും തന്നെ അവൈലബിൾ അല്ലാത്ത ഒരു മാർക്കറ്റാണ്. അതായത് എന്താണ്, പകരം വയ്ക്കാൻ മറ്റു വസ്തുക്കളൊന്നും ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് ഇത് മോണോപ്പൊളി എന്ന് പറയുന്നത്. ദെൻ ഉൽപ്പാദകൻ തന്നെയാണ് അവിടെ വില നിർണ്ണയിക്കുക. അതായത് സെല്ലറാണെന്ന് പറഞ്ഞല്ലോ, ഒരേ ഒരു സെല്ലറേ ഉള്ളൂ പറഞ്ഞല്ലോ, ആ സെല്ലർ തന്നെയാണ് അവിടെ പ്രൈസ് നിർണ്ണയിക്കുക. അതുകൊണ്ട് പറയാം പ്രൈസ് മേക്കറാണെന്ന് പറയാം. ഉൽപ്പാദകൻ വില നിർണ്ണയിക്കുന്നവനാണ്. ദെൻ പുതിയ സ്ഥാപനങ്ങൾക്ക് കമ്പോളത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമുണ്ട്. അതായത് നോ എൻട്രിയാണ്. പുതിയ ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പോളത്തിൽ വന്ന് പ്രവേശിച്ച് അവിടെ വിൽപ്പന നടത്താനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ പുതിയ സ്ഥാപനങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കില്ല. ദെൻ നെക്സ്റ്റ്, ഒരു സ്ഥാപനം മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് സ്ഥാപനവും വ്യവസായവും ഒന്ന് തന്നെയാണ്. അതായത് കുറേ ഫേമുകൾ കൂടിച്ചേർന്നാലാണ് വ്യവസായം, അല്ലെങ്കിൽ കുറേ സ്ഥാപനങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം, കുറേ സ്ഥാപനങ്ങൾ കൂടിച്ചേർന്നാൽ അതൊരു ഇൻഡസ്ട്രി അഥവാ വ്യവസായമായി. അപ്പോൾ കുറേ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരേ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒരേ ഒരു സെല്ലറാണുള്ളൂ പറഞ്ഞല്ലോ, അതുകൊണ്ട് സ്ഥാപനവും വ്യവസായവും ആ ഒരേ ഒരു ഉൽപ്പാദകൻ മാത്രമായിരിക്കും. ഇത്രയും പ്രത്യേകതകളാണ് ഇതിനുള്ളത്, മോണോപ്പൊളിക്കുള്ളത്. അപ്പം മോണോപ്പൊളി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ ഒരേ ഒരു സ്ഥാപനം മാത്രം നിയന്ത്രിക്കുന്ന കമ്പോളത്തെയാണ് കുത്തക കമ്പോളം അഥവാ മോണോപ്പൊളി പറയുക. അവിടെ ഒരേ ഒരു ഉൽപ്പാദകനേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞു, ഉൽപ്പാദകനാണ് വില നിർണ്ണയിക്കുക, കമ്പോളത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമുണ്ട്, ഒരു സ്ഥാപനം മാത്രമുള്ളത് കൊണ്ട് തന്നെ സ്ഥാപനവും വ്യവസായവും ഒന്ന് തന്നെയാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്, മോണോപ്പൊളിക്കുള്ളത്. ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് സിറ്റുവേഷനാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. എന്താണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? എന്താ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കുത്തക മത്സരം എന്ന് പറയാം. എന്താ പറയുക? കുത്തക മത്സരം. It is a market structure which there is large number of sellers and market of the commodity. അതായത് അവിടെ എന്താ, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്, ധാരാളം വിൽപ്പനക്കാരുള്ള ഒരു മാർക്കറ്റിന് എന്ത് പറയാം, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയാം. അവിടെ വിൽപ്പനയ്ക്ക് വെച്ച സാധനങ്ങൾ എങ്ങനെ, വ്യത്യസ്തമായ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു കമ്പോളത്തെയാണ് എന്ത് പറയുക, കുത്തക മത്സരം അഥവാ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുക. അതായത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ധാരാളം സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. ഈ ധാരാളം സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുന്ന എന്ത് സാധനങ്ങളാണ്, വ്യത്യസ്തമായ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ വിൽക്കുകയും ചെയ്യുന്ന ഒരു കമ്പോളത്തെയാണ് എന്ത് പറയുക, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അഥവാ കുത്തക മത്സരം എന്ന് പറയാം. അതിന് ഉദാഹരണമായിട്ട് പറയാം സോപ്പ്, ബിസ്ക്കറ്റ് തുടങ്ങിയവ അല്ലേ. ഇപ്പോൾ സോപ്പൊക്കെ ആണെങ്കിൽ പല പല ബ്രാൻഡിൻ്റെ സോപ്പ് അവൈലബിൾ ആണ്. ബിസ്ക്കറ്റ് ആണെങ്കിലും അതെ, പല ബ്രാൻഡ്സിൻ്റെ ബിസ്ക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് അവിടെ എന്തുണ്ട്, സെല്ലേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് സെല്ലേഴ്സ് അവിടെ വിൽക്കാനുണ്ട്. വിൽക്കുന്ന സാധനങ്ങളോ വ്യത്യസ്തങ്ങളായ സാധനങ്ങളാണ്. ഇത്തരം ഒരു മാർക്കറ്റിന് എന്ത് പറയാം, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയാം. ഇനി എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ലാർജ് നമ്പർ ഓഫ് ഫേംസ്, അതായത് ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ട്. ഇനിയോ വിൽപ്പന ചെലവുകൾ ഉണ്ടായിരിക്കും. അതായത് ഇവിടെ എന്തുണ്ട്, വിൽക്കാൻ അവിടെ എന്തുണ്ട്, സെല്ലിംഗ് കോസ്റ്റ് അഥവാ വിൽപ്പന ചെലവുണ്ടായിരിക്കും. ദെൻ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, അതായത് പ്രൈസുകൾ തമ്മിൽ അവിടെ എന്തുണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലേ. ഓരോ സോപ്പിൻ്റെയും പ്രൈസ് വ്യത്യാസമാണ്, ഓരോ ബിസ്ക്കറ്റിൻ്റെയും പ്രൈസ് എന്താണ്, വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ എന്താ അവിടെ വില വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, വ്യത്യസ്ത ഉൽപ്പന്നങ്ങളായിരിക്കും. അവരുടെ പ്രോഡക്റ്റുകൾ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ബ്രാൻഡും ഇറക്കുന്ന സോപ്പാണെങ്കിലും അല്ലെങ്കിൽ അവരിറക്കുന്ന പ്രോഡക്റ്റ്, നമ്മൾ ബിസ്ക്കറ്റ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണോ, അപ്പോൾ പേസ്റ്റ് ആണെങ്കിലും എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളായ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവും, പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഉൽപ്പന്നത്തിലും എന്തുണ്ട്, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു മാർക്കറ്റിന് എന്ത് പറയാം, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ അഥവാ കുത്തക മത്സരം എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് മാർക്കറ്റാണ് ഒലിഗോപോളി. എന്താണ് ഒലിഗോപോളി എക്സിസ്റ്റ് വെൻ ദർ ആർ ഫ്യൂ ഫേംസ് സെല്ലിംഗ് ഇൻ ദ മാർക്കറ്റ്, കോമ്പറ്റീഷൻ എമംഗ് ദ ഫ്യൂ. അതായത് ഒരേ തരത്തിലോ അല്ലെങ്കിൽ അല്പം വ്യത്യാസം, ചെറിയ വ്യത്യാസമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന
സ്ഥാപനങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന കമ്പോളത്തെ എന്ത് പറയാം? ഒലിഗോപോളി എന്ന് പറയാം. അപ്പോൾ എന്താ ഒലിഗോപോളി പറഞ്ഞാൽ? ഒരേ തരത്തിലുള്ള സാധനമായിരിക്കാം വിൽക്കുന്നത്, അല്ലെങ്കിലോ അല്പം വ്യത്യാസമുള്ള ഉൽപ്പന്നങ്ങൾ പരസ്പരം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന കുറച്ച് സ്ഥാപനങ്ങൾ മത്സരിക്കുന്ന ഒരു കമ്പോളത്തെ എന്ത് പറയാം? ഒലിഗോപോളി എന്ന് പറയാം. അതിന് എക്സാമ്പിളായിട്ട് പറയാം കാറ്, അതുപോലെ മൊബൈൽ ഫോൺ, മോട്ടോർ സൈക്കിൾ, ഇതൊക്കെ എന്താണ് അല്ലേ? അപ്പോൾ കാറാണെങ്കിൽ എല്ലാ കാറിൻ്റെ യൂസേജ് ഒന്നാണ്, പക്ഷേ അതിലൊക്കെ എന്തുണ്ട്? ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഒരേ തരമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ മൊബൈൽ ഫോൺ എടുത്താലും അങ്ങനെ, മൊബൈൽ ഫോണിനാണെങ്കിലും അതെ, ചില ഫീച്ചേഴ്സ് ഓരോ അല്ലേ ഫോണിലും വ്യത്യാസമായിരിക്കും. മോട്ടോർ സൈക്കിൾ, അതൊക്കെ ഏതിന് എക്സാമ്പിളായിട്ട് പറയാം? കുത്തക മത്സരത്തിന് ഒലിഗോപോളിക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഒലിഗോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അതായത് ഒരേ തരത്തിലോ അല്പം വ്യത്യാസമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരത്തെയാണ് എന്ത് പറയുക? ഒലിഗോപോളി എന്ന് പറയുക. ഒലിഗോപോളിക്ക് എക്സാമ്പിളാണ് കാറ്, മൊബൈൽ ഫോൺ, മോട്ടോർ സൈക്കിൾ എക്സെട്ര. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ എന്തായിരിക്കാം? വില സ്ഥിരത ഉണ്ടായിരിക്കും. എന്തുണ്ടാവും? പ്രൈസിൽ എന്തായിരിക്കാം? പ്രൈസ് റിജിഡിറ്റി, അല്ലെങ്കിൽ പ്രൈസ് സ്ഥിരമായിരിക്കും അല്ലേ? ഏതാണ്ട് മൊബൈൽ ഫോണൊക്കെ ഒരേ റേഞ്ചിലുള്ള ഫോൺ നമുക്ക് അവൈലബിൾ ആണ്. കാറാണെങ്കിലും അത് ഏതാണ്ട് ഒരേ റേഞ്ചിലായിരിക്കും ഇറക്കുന്ന കാറുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ വില സ്ഥിരത ഉണ്ടായിരിക്കും. ദെൻ വിൽപ്പന ചിലവുണ്ടാവും, സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്താ? പരസ്പര ആശ്രയത്വമാണ്, അതായത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. അവർ തമ്മിൽ എന്തുണ്ടാവും? ഓരോ കമ്പനികൾ അല്ലെങ്കിൽ ഓരോ ബ്രാൻഡഡ് ഐറ്റംസ് തമ്മിലും എന്തുണ്ട്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആശ്രയിച്ചു കൊണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ്, ഒരു വ്യവസായത്തിലെ ഉൽപ്പന്നത്തിൻ്റെ അളവെല്ലാം നിശ്ചയിക്കുക ആരായിരിക്കും? ആ വ്യവസായത്തിലുള്ളവരെല്ലാവരും കൂടിയാണ്. അവിടെ കൺട്രോൾ ചെയ്യുക, അതായത് ആ പ്രൈസിന് അവിടെ പ്രൈസ് അല്ല, അവിടെ എത്ര ഉൽപ്പന്നമുണ്ടോ ആ ഉൽപ്പന്നം എത്ര അളവ്